ഞങ്ങൾ സ്ത്രീകൾക്ക് ഉറക്കെ ചിന്തിക്കാനായിട്ട് ലോകം അംഗീകരിച്ചു വന്നിരിക്കുന്ന ഒരു ദിവസമാണ്. ഇതിൻ്റെ ആരംഭ ചരിത്രങ്ങളൊന്നും ഞാനിവിടെ പറയുന്നില്ല. അമേരിക്കയിലെ ഒരു വസ്ത്ര നിർമ്മാണശാലയിൽ ഇതിൻ്റെ ആദ്യത്തെ തിരി കത്തുന്നു. ആ സ്ത്രീകൾ അന്നങ്ങനെ ഒരു സമരാഗ്നിയിൽ ഏർപ്പെടണമെങ്കിൽ എത്രയോ കാലങ്ങളായി അവർ അടിച്ചമർത്തപ്പെട്ടിരിക്കണം. ഒരു നിവൃത്തിയും ഇല്ലാതായപ്പോഴാണ്, അന്ന് അവർക്ക് വോട്ടവകാശമില്ല, ഒരു സമത്വവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ഇത് പൊട്ടിപ്പുറപ്പെട്ട് പിന്നെ അങ്ങനെ ഓരോ രാജ്യങ്ങളും അത് അംഗീകരിച്ച്, നമ്മുടെ ഭാരതവും അത് അംഗീകരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു അന്താരാഷ്ട്ര വനിതാ ദിനമായി മാറിയിരിക്കുന്നത്. ഇവിടുത്തെ ചെറു തലമുറകൾക്കൊക്കെ എത്രത്തോളം ഇതൊക്കെ അറിയാമെന്ന് അറിയില്ല. നമ്മൾ എത്രമാത്രം വിലങ്ങിലാണ് ജീവിച്ചിരുന്നതെന്നും അധികം പേർക്കും ഈ തലമുറയ്ക്ക് അറിയാൻ സാധ്യതയില്ല. കാരണം ഇവരൊക്കെ പറവകളെ പോലെ പറന്ന് നടക്കുകയാണെന്നാണ് എനിക്കൊക്കെ തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ എൻ്റെ പൂർവ്വകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് അങ്ങനെ, ഇപ്പോഴത്തെ തലമുറയിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. ഇന്ന് സ്ത്രീ അംഗീകരിക്കപ്പെടുന്നില്ല. പൂർണ്ണമായും അംഗീകരിക്കപ്പെടുന്നുണ്ടോ അത് സംശയമാണ്. ഇപ്പൊ രാഷ്ട്രീയത്തിലൊക്കെ ഒരു സ്ത്രീ ഇറങ്ങിയാൽ അവരൊന്നും പൂർണ്ണമായി അംഗീകരിക്കപ്പെടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഉയരങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. ഗഗൻയാനും ചന്ദ്രയാനും ഒക്കെ സ്ത്രീ പ്രാതിനിധ്യം കൊണ്ട് തന്നെയാണ് ഇതൊക്കെ പേരെടുക്കുന്നത്. അപ്പൊ അതൊന്നും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വേണ്ട പോലെ പൂർണ്ണമായും അത് എത്രത്തോളം സ്ത്രീ പ്രാതിനിധ്യം ഉണ്ട് എന്ന് ഓരോ സ്ത്രീരത്നങ്ങളും ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഈ സ്വാതന്ത്ര്യം എവിടെ എത്തി നിൽക്കുന്നു എന്ന് പോലും നമ്മളൊന്ന് ചിന്തിക്കേണ്ടതാണ്. സ്ത്രീക്ക് ഉറക്കെ ചിന്തിക്കാൻ പറ്റിയ ഈ ദിവസത്തിൽ നമ്മൾ വളരെ കരുതലോടുകൂടി ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇന്ന് ജീവിതചര്യകളൊക്കെ മാറി മറിയുന്നു. നമ്മൾ ഭാരതീയരാണ്. ഭാരതീയത നഷ്ടമായി കൊണ്ടിരിക്കുന്ന ഒരുപാട് വിങ്ങലും വേദനകളും ഞാൻ പത്രവാർത്തകളിലൂടെ അറിയുന്നുണ്ട്. നമ്മുടെ സ്വാതന്ത്ര്യം എത്രത്തോളം ദുരുപയോഗപ്പെടുത്തുന്നു എന്നുകൂടി നമ്മൾ ഇതിൽ ചിന്തിക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. ഒരു ലിവിങ് ടൂതർ എന്ന് പറഞ്ഞാൽ അതൊക്കെ ഏതോ വിദേശത്തുള്ളവരുടെ കളിതമാശയും ജീവിതവും ഒക്കെയാണ്. ഇത് ഭാരതത്തിലേക്ക് അനിവാര്യമാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ മാതൃത്വം ഹരിക്കപ്പെടുന്നു. പഴയ രീതിയിൽ ഈ പറഞ്ഞ അമ്മമാര്, മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന അമ്മമാര്, അത് പൂർണ്ണമായും ഇന്ന് ഉണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്നിപ്പോ വേണ്ട എന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ കൊന്നു കളയുന്ന വളരെ വേദനാജനകമായ ഒരവസ്ഥ. ലിവിങ് ടുഗദർ എന്ന് പറയുന്നത് ആദ്യമൊക്കെ അതിനെപ്പറ്റി ഞാൻ വായിച്ചപ്പോ ശരിയാണ്, ഇത് രണ്ടുപേർക്കും ബാധ്യതയില്ല. ഒരാൾക്ക് പിരിഞ്ഞു പോകണമെങ്കിൽ സലാം പറഞ്ഞ് പോകാം, അതാണ് അതിൻ്റെ സൗകര്യം എന്ന് ഞാൻ വായിച്ചു. കറക്റ്റ് എഴുതിയത് വായിച്ചതാണ് ഞാൻ ഓർമ്മിക്കുന്നത്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എത്ര പേരിവിടെ ദിനപത്രം സ്ഥിരമായി വായിക്കുന്നുണ്ടോ എന്ന് അറിയില്ല. കൊന്നിട്ട് പോവുകയാണ്. ബന്ധം അവസാനിപ്പിക്കാന്ന് പറയുന്നത് അവര് പ്രാണനെ ഹനിച്ചുകൊണ്ട് പിരിഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. എത്ര എണ്ണമാണ് അങ്ങനെ മരിക്കുന്നത്? ഇതാണോ നമ്മുടെ സ്വാതന്ത്ര്യം? ഇതേക്കുറിച്ചും ചിന്തിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മുടെ കുഞ്ഞുമക്കൾക്ക്, അതും എൻ്റെ വീട്ടിൽ ഇങ്ങനെ കുറേ ക്ലാസ്സുകളൊക്കെ നടത്തുന്നുണ്ട്. ചെറിയ കുട്ടികൾ നല്ല നല്ല കഥകൾ, ഞാനല്ല, അങ്ങനെയുള്ള ആളുകളൊക്കെ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അതിലൊരു കുട്ടിയോട് ചോദിച്ചു, സന്ധ്യയ്ക്ക് എന്ത് ചെയ്യും, ധ്യാനിക്കാറുണ്ടോ?
പ്രാർത്ഥിക്കാറുണ്ടോ? വിളക്കൊന്നും വെക്കുന്ന പണിയില്ല, വിളക്കൊന്നും വെക്കാറില്ല, ഞങ്ങൾ കളിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്. ഒരു കുട്ടി എന്നോട് പറഞ്ഞത് ഓർക്കുകയാണ്. വിളക്ക് വെക്കുന്നത് എന്തിനാണ്? ധ്യാനിക്കുന്നത് എന്തിനാണ്? ഒരു സർവാഭരണഭൂഷിതയായ ഒരു ദൈവം വന്ന് നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. ഇത് ഞാനിങ്ങനെ ധ്രുവന്റെ കഥ ചെറുപ്പത്തിൽ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കും ധ്രുവനെ പോലെ തപസ് ചെയ്ത് ഞാൻ എൻ്റെ ബാല്യ ബഹുമാനങ്ങൾ അതീവ ദുരന്തമായിരുന്നു. കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ വിദേശത്തായിരുന്നു, ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരുപാട് ബാലാരിഷ്ടതകളൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പം അന്ന് എൻ്റെ അമ്മ പറഞ്ഞു തരുന്നതാണ്, പ്രാർത്ഥിച്ചാൽ മതി. അമ്മ പറഞ്ഞ എന്ത് വെട്ടിത്തമാണെന്ന് ഞാൻ പിൽക്കാലത്ത് ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഒരു ദൈവവും നമ്മൾ ചോദിക്കുന്നത് തരാനായിട്ട് ഇല്ലെന്നാണ് ഞാനിപ്പോൾ ബുദ്ധി വെച്ചതിന് ശേഷവും മനസ്സിലാക്കുന്നത്. ആ കുഞ്ഞുനാളിൽ ധ്രുവനെ പോലെ എനിക്കും ഒരു ദൈവം പ്രത്യക്ഷപ്പെടും, എനിക്ക് വേണ്ടതൊക്കെ അംഗീകരിച്ച് തരും എന്ന് ചിന്തിച്ചു പോയിട്ടുള്ള ഒരു സമയങ്ങളുണ്ട്. പക്ഷെ ആ കഥ എന്നെ ഒരു പ്രത്യേക വായനാ ലോകത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇന്ന് ഞാൻ ആത്മീയതയുടെ പാതയിലാണ്. ഇന്ന് എനിക്ക് ആത്മീയതയാണ് സമാധാനവും സന്തോഷവും തരുന്നത്. അത് ഒരു പക്ഷേ ഒരു 5-8 വയസ്സിനുള്ളിൽ വായിച്ച ഈ കഥയായിരിക്കില്ലേ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഞാൻ രാമവാസിത്വവും ഒരുപാട് ഗ്രന്ഥങ്ങളിലേക്ക്, നല്ല നല്ല ഗ്രന്ഥങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ കൊണ്ടുപോകാൻ എനിക്ക് കഴിഞ്ഞത് ഈ ധ്രുവന്റെ കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.